ഹലോ, എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ അതുപോലെ നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇത്. മെയിനായിട്ട് കൂടുതൽ ഉണ്ടാക്കി വരുന്നത് പൊന്നാനിയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അതുപോലെ നമ്മൾ വേറെ എവിടെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സാധനം എന്താണെന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് മൈദപ്പൊടി 1 കപ്പ്, അതുപോലെ ഉപ്പ് 1/2 സ്പൂണ്, അതുപോലെ തന്നെ കരിഞ്ജീരകം ഒരു 1/2 സ്പൂണ്, അങ്ങനെയൊക്കെ മതി, 1 നുള്ള് മതി. അതുപോലെ മഞ്ഞൾപ്പൊടി 1 നുള്ള്, അതുപോലെ തന്നെ പഞ്ചസാര 2 സ്പൂണ്. മധുരം നമ്മളെ ഒരു ഇഷ്ടത്തിന് ഇടാം. ഞാനിപ്പോൾ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചായക്കൊക്കെ എടുക്കണം, നല്ലതാണ്. നമ്മളിത് വെറും പച്ചവെള്ളം, ഇത് ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളത്തിൽ വെള്ളം ചിരിച്ച് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചിട്ട് നമ്മൾ കുഴക്കണ്ട. അപ്പം വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴക്കണം. കുഴച്ച് നമ്മൾ ശരിക്കും ചപ്പാത്തി മാവിനൊക്കെ കുഴക്കൂല്ലേ, അതുപോലെ നന്നായിട്ട് കുഴച്ച് വെക്കണം. അപ്പം ഞാനിതൊന്ന് നന്നായി കുഴച്ചിട്ട് വരാം. ഇതേപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ കുഴച്ചിട്ടുണ്ട്. ആ ഒരു കപ്പ് മൈദപ്പൊടിക്ക് ഞാനിതേ ഇത്ര വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത്ര മതി നമുക്ക്. കാരണം കുറച്ച് ഒഴിച്ച് കുഴക്കണതാണ് നല്ലത്. ഇനി അങ്ങനെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ നന്നായി കുഴച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിന് കുഞ്ഞ് ബോൾസാക്കി എടുക്കണം. ഇത് ഇത്ര മതി നമുക്ക്. ഇത്ര ബോൾസാക്കിയിട്ട് നമുക്ക് എടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഞാനിതെല്ലാം ഞാൻ കുഞ്ഞ് ബോൾസാക്കിയിട്ട് എടുക്കാം. നമ്മളെല്ലാം കുഞ്ഞ് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണം, നമുക്ക് അപ്പം തന്നെ വെക്കാം. ഇനി ഇതിനൊരു ബോൾസ് എടുത്തിട്ട് നമുക്കത് മൂടി വെക്കാം. ഇച്ചിരി മൈദപ്പൊടി എടുക്കാം. നമ്മൾ ചപ്പാത്തി കോലെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ കോല് യൂസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഈ കോലും വെച്ചിട്ട് ഇതിനേക്കാളും എളുപ്പം എനിക്ക് ഇതാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. കനം കുറച്ചിട്ട് മാക്സിമം നമുക്ക് എന്തോരം കനം കുറച്ച് പരത്താൻ പറ്റും അത്രയും കനം കുറച്ചിട്ട് ഇത് പരത്തിയെടുക്കണം. കാണിച്ചു തരാം. ഒന്ന് ഇതായി വരാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ പിന്നെ നല്ല എളുപ്പത്തിൽ നമുക്കത് വരുന്നുണ്ട്. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതിന് നമ്മളവിടെ പറയും കടന്തുടി എന്നാണ് പറയാറ് ഇതിന്. പക്ഷേ വേറെ എവിടെ ഞാൻ അത് കണ്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വേറെ എവിടുന്നത് കഴിച്ചിട്ടില്ല. നന്നായി നമ്മളത് പരത്തുക. നല്ല തിന്നായിട്ട് പരത്തണം. മാക്സിമം കീറാതെ നമുക്ക് നല്ല രീതിക്ക് ഇത് കിട്ടും. ആ തുടക്കത്തിൽ മാത്രം വെച്ചിട്ട് ടൈറ്റ് ആവുള്ളൂ. പിന്നെ നമുക്ക് നന്നായിട്ട് സിമ്പിളായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പൊടിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഇതിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ ഇത്രയും കട്ടിക്കാക്കി കണ്ട, ഒട്ടും കട്ടില്ലത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. ഇതേ ഇപ്പം നമ്മളെല്ലാം അങ്ങനെ പരത്തിയെടുത്ത് എന്നിപ്പോൾ നമ്മൾ അട്ടിക്കായിട്ടുള്ള കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കത്തില്ല. കാരണം മൈദപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ പരത്തിയത്. നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായി ചൂടാട്ടെ. നമുക്കിത് വന്നിട്ട് ഓയിലിൽ പൊരിച്ചെടുക്കണം. ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തോനെ വെളിച്ചെണ്ണ വേണ്ടി വരും ഇത് പൊരിച്ചെടുക്കാനല്ലേ.
വെളിച്ചെണ്ണ നന്നായി ചൂടാകട്ടെ. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നിട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ രണ്ടാമത്തെ വായിക്കാനും കരിയാതെ വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി. തീയൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 1 കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എനിക്കൊരു 13 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.